ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ കോതമംഗലം. ഇന്നും നമ്മളൊരു ഹാൻഡ് റൈറ്റിംഗ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയാം, ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർ എഴുതുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അവർക്കിടെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, അതായത് ഒരു കിൻഡർ ഗാർഡനിൽ തൊട്ട് നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇപ്പം കുട്ടികൾ പെൻസിൽ പിടിക്കുന്ന രീതിയും ഫസ്റ്റ് നമ്മൾ എന്തെല്ലാം മെത്തേഡ്സുകളാണ് ഫോളോ ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കേണ്ടതാണ് പേരൻസ്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നമ്മളത് ട്രെയിൻ ചെയ്യിക്കണം. എങ്ങനെയാണ് പെൻസിൽ പിടിക്കുന്നത്, പ്രോപ്പർ രീതിയിലാണ് അവർ പെൻസിൽ പിടിക്കണേ എന്നുള്ളതിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്കത് കറക്റ്റ് വേയിൽ അവർക്ക് ഇതാവുമ്പോൾ, അല്ലെങ്കിൽ വലുതാവും തോറും കുട്ടികൾക്ക് എഴുതുന്നതിൽ ബുദ്ധിമുട്ട് വരും, ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടിപ്സ് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെൻസിൽ പിടിക്കുന്ന രീതിയാണ്. അപ്പോൾ പെൻസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ചില കുട്ടികൾ ഇങ്ങനെ പിടിക്കുന്നവരുണ്ടാവും, ചില കുട്ടികൾ ഇങ്ങനെ പിടിക്കുന്നവരുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് പെൻസിൽ പിടിക്കുന്നത് നമുക്ക് നോക്കാം. പലരും പല രീതിയിലായിരിക്കും കുട്ടികൾ പെൻസിൽ പിടിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ചില കുട്ടികൾ ഇതിങ്ങനെ പിടിച്ചെഴുതുന്ന കുട്ടികളുണ്ടാവും. അതായത് ഒരു പെൻസിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് 40 ആംഗിളിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇതുപോലെ ഒരു 40 ആംഗിളിലാണ് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പെൻസിലിൻ്റെ ക്വാളിറ്റി. പക്ഷേ ചില കുട്ടികൾ എന്ത് ചെയ്യും, അത് നേരെ വന്ന് ഒരു 90 ഡിഗ്രി, അതായത് ആ കുട്ടികളുടെ കൈയുടെ കുഴ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ വരാൻ നേരത്ത് നമ്മുടെ മസിലിന് സ്ട്രെയിൻ വരികയാണ്. സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത്, ആ സമയത്ത് കുട്ടികൾക്ക് കൈക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പെൻസിൽ എങ്ങനെയായിരിക്കും ഒരു 40 ആംഗിളിൽ വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പെൻസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തമ്പ്, ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗർ, ഈ 3 ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പെൻസിൽ ഹോൾഡ് ചെയ്യേണ്ടത് നമ്മുടെ മിഡിൽ ഫിംഗറിൽ ഹോൾഡ് ചെയ്ത്, അതായത് നമ്മുടെ പെൻസിൽ ഏത് ആംഗിളിൽ വന്നെങ്കിൽ 40 ആംഗിളിൽ വന്നെങ്കിൽ നമ്മുടെ പെൻസിൽ പിടിക്കേണ്ടത് ഈ പറയുന്ന മിഡിൽ ഫിംഗറിൽ വേണം. എന്ത് ചെയ്യേണ്ടത്, ബലം താങ്ങായിട്ട് നിർത്തേണ്ട. ദെൻ നമ്മുടെ തമ്പ്, ദെൻ വരുന്നത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ. ഇങ്ങനെയാണ് നമ്മൾ പെൻസിൽ പിടിക്കേണ്ടത്. ഓക്കെ, ചില കുട്ടികൾ നേരെ തിരിച്ച് പിടിക്കുന്നവരുണ്ടാവും, ഇങ്ങനെ പിടിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളത് ചെറുപ്പത്തിലേ മാറ്റണം. എങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് ഈ പറഞ്ഞ മാതിരി നമുക്ക് എങ്ങനെ പെൻസിൽ പിടിക്കാമെന്നും ആ ഒരു കുട്ടികളുടെ ഡിഫിക്കൽട്ടീസ് മാറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പെൻസിലിൻ്റെ തുമ്പറ്റത്ത് പിടിച്ചല്ല എഴുതേണ്ടത്. എപ്പോഴും നമ്മൾ 1 സെൻറ്റിമീറ്റർ, അതായത് ഷാർപ്പൻ ചെയ്തതിൻ്റെ അകത്തുനിന്ന് 1 സെൻറ്റിമീറ്റർ താഴെ പിടിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഈ ഒരു പൊസിഷൻ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേണ്ടത് പെൻസിലിൻ്റെ എഡ്ജിൽ, അതായത് തുമ്പറ്റത്ത് കൊണ്ടുപോയി ഇങ്ങനെ പിടിക്കരുത്. ദെൻ നമ്മൾ പിടിക്കേണ്ടത് 40 ആംഗിൾ കീപ്പ് ചെയ്ത് വേണം പെൻസിൽ പിടിക്കാൻ. ഈ 2 കാര്യങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് ശേഷം ഇതാണ് മെയിനായിട്ട് നമ്മൾക്ക് വരേണ്ട ഒരു സയൻറ്റിഫിക് രീതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുട്ടിക്ക് വളരെയധികം ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ മാതിരി കുട്ടിക്ക് നമുക്കറിയാം KG സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു പ്രീ പ്രൈമറി സെക്ഷനിൽ ഫസ്റ്റ് കൊടുക്കുന്നത് പാറ്റേൺ റൈറ്റിങ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് പാറ്റേൺസ് കുട്ടികളെയും കൊണ്ട് റൈറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ കൈക്ക് വഴക്കം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഓരോ ലൂപ്സും കേഴ്സും ഒക്കെ എഴുതുമ്പോൾ കുട്ടികളുടെ കൈ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ലൂപ്സും പാറ്റേൺസും എഴുതിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിലാവുമ്പോൾ മാത്രമാണ് കുട്ടിയുടെ കൈക്ക് ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ. ആ ഫ്ലോ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് റൈറ്റിങ് ഈസിയായി മാറും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലായല്ലോ.